ഹലോ ഗായ്സ്, ഇപ്പം നമ്മളുള്ളത് ഓസ്ട്രേലിയ ഗ്ലാഡ്സ്റ്റണിൽ ആങ്കറേജിലാണ് നമ്മുടെ ഷിപ്പ് ഉള്ളത്. ഇത് ബ്രിഡ്ജ് വിങ് ആണ് കാണുന്നത്. ഈ കാണുന്നതാണ് നമ്മുടെ ഷിപ്പ്. ഇപ്പം ആങ്കറേജിലായതുകൊണ്ട് തന്നെ നമ്മുടെ അടുത്തു കൂടെ വേറെയും ഷിപ്പുകളൊക്കെ ഉണ്ട്. ഓരോ ഷിപ്പിനും ഓരോ സർക്കിൾ ഉണ്ടാവും. ആ സർക്കിളിൽ കൊടുത്തിട്ടാണ് ഓരോ ഷിപ്പ് നിർത്തുന്നത്. അതിൻ്റെ പുറത്ത് പോകാൻ പാടില്ല എന്നാണ്. അവിടെ ആങ്കർ ഇട്ട് നിൽക്കുന്നതാണത്. അവിടെ ഒരു ഷിപ്പ് നിൽക്കുന്നുണ്ട്. ഇനി ഈ ഒരു സൈഡ് ലൈനായിട്ട് വേറൊരു ഷിപ്പും കൂടി നിൽക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ക്യാബിൻ കാണാം. നമ്മുടെ റൂം, ഇത് നമ്മുടെ റൂമിൻ്റെ ഫ്രണ്ടിലുള്ള അലീവയാണ്. ഈ കാണുന്നതാണ് നമ്മുടെ റൂം. ഇതാണ് ഗൈസ് നമ്മുടെ ഷിപ്പിലത്തെ റൂം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ആദ്യം വന്ന ദിവസം കാണിച്ചിട്ടുണ്ടായിരുന്ന സ്പെയർ റൂമായിരുന്നു. ഇതാണ് നമ്മുടെ തേർഡ് എഞ്ചിനീയറിൻ്റെ റൂം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷിപ്പിൽ ജനറൽ എമർജൻസി എല്ലാം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മുടെ റൂമിലേക്ക് കേൾക്കാനുള്ളതും പിന്നെ 2 ലൈറ്റിൻ്റെ സ്വിച്ചുമാണ്. പിന്നെ ഇതാണ് നമ്മുടെ റൂം. ഈ കാണുന്നത് ടോയ്ലറ്റാണ്. ഇതൊരു ചെറിയ സോഫ സെറ്റ്, പിന്നെ ഒരു ചെയർ, പിന്നെ ഇങ്ങോട്ട് വന്ന ഒരു ബെഡ്. ഇത് സിംഗിൾ ബെഡാണ്, ഒരാൾക്ക് മാത്രം കിടക്കാനുള്ള സ്പേസ് ഉള്ളൂ അതിൽ. പിന്നെ 2 പില്ലോ, ഒരു ബെഡ്ഷീറ്റ്, ഒരു ബ്ലാങ്കറ്റ്. ഇത് പിന്നെ നമ്മുടെ ലഗേജ്. പിന്നെ ഇത് ചെറിയൊരു ടേബിളാണ്, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ കബോർഡുകൾ, പിന്നെ ഒരു 65 ഇഞ്ചിൻ്റെ TV ഉണ്ട്. നമുക്ക് TV വേണമെന്നുണ്ടെങ്കിൽ TV കാണാം. പിന്നെ ലൈറ്റ് ഉണ്ട്, ബെഡ് ലൈറ്റ് ഉണ്ട്, പിന്നെ ഒരു ടെലിഫോൺ ഉണ്ട്. നമുക്ക് ഷിപ്പിൽ ആർക്കും വെച്ചാൽ കോൾ ചെയ്യാന്നുണ്ടെങ്കിൽ ഈ ടെലിഫോൺ യൂസ് ചെയ്യാം. പിന്നെ ഒരു ഫ്രിഡ്ജ്, ഇതിൽ കുറച്ച് ഫ്രൂട്ട്സ് സംഭവങ്ങളൊക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ട്, വേറെ ഒന്നുമില്ല. പിന്നെ നമുക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ ബുക്സ് ഉണ്ട്. ഇതൊക്കെ ഷിപ്പിന്റെ പ്രോപ്പർട്ടിയാണ്, നമ്മുടെ ഇല്ല. പിന്നെ നമ്മുടെ സാധനങ്ങൾ തന്നെയാണ്. ഇത് തുറന്നു കഴിഞ്ഞാൽ വിൻഡോ ആണ്, ഇവിടെ നോക്കിയാൽ പുറത്തേക്ക് കാണും. പിന്നെ ഇത് കാണുന്നത് ഇമേഴ്ഷൻ സ്യൂട്ടും ലൈഫ് ജാക്കറ്റും ആണ്. അതായത് ഷിപ്പിൽ എന്തെങ്കിലും എമർജൻസി പറ്റി നമുക്ക് ഷിപ്പിൽ നിന്ന് പോകണം, ലൈഫ് ബോട്ട് എടുത്ത് പോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാനുള്ളതാണ്. ഇത് ഓരോ ക്യാബിനിലും ഓരോന്നുണ്ടായിരിക്കും. ഒരു ലൈഫ് ജാക്കറ്റും ഉണ്ടായിരിക്കും, ഒരു ഇമേഴ്ഷൻ സ്യൂട്ടും ഉണ്ടായിരിക്കും. പിന്നെ ഈ കാണുന്നത് കബോർഡാണ്. ഇത് നമ്മുടെ ഡ്രസ്സും സംഭവങ്ങളൊക്കെയാണ്. പിന്നെ ചെയർ, വെറുതെ വന്നിരിക്കുമ്പോൾ ഇതിലൊന്നിരിക്കാം. ഈ കാണുന്നത് അലാം പാനലാണ്. അപ്പം നമ്മൾ എഞ്ചിൻ റൂം അൺമാൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ക്യാബിനിൽ അലാം വരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പാനലുള്ളത്. ഇത് അതിൻ്റെ സ്പീക്കറാണ്, ഇതിൽ സൗണ്ട് വരും. ഇപ്പം നമുക്കിതിൽ സെലക്ട് ചെയ്യാമെന്നുള്ള സ്വിച്ച് ഉണ്ട്. ഫസ്റ്റ് എഞ്ചിനീയർ, സെക്കൻഡ് എഞ്ചിനീയർ, തേർഡ് എഞ്ചിനീയർ. അപ്പോൾ ആരുടെ വാച്ചാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ചൂസ് ചെയ്യാൻ പറ്റും. ഇതിൽ അറ്റൻഡഡ്, അൺഅറ്റൻഡഡ് എന്നുണ്ട്. അറ്റൻഡഡ് എന്ന് പറയുന്നത് എഞ്ചിൻ റൂമിൽ ആളുള്ള സമയത്ത് അറ്റൻഡഡ് ആയിരിക്കും. ആരുമില്ല എന്നുണ്ടെങ്കിൽ അൺഅറ്റൻഡഡ് എടുത്താലാണ് ക്യാബിനിലെല്ലാം വരുള്ളൂ. പിന്നെ ഒരു തെർമോമീറ്റർ ഉണ്ട് നമ്മുടെ ക്യാബിനിലെ ടെമ്പറേച്ചർ അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ ക്ലോക്ക്. ഇതും ടർക്കി സംഭവങ്ങളൊക്കെ ഷിപ്പിൻ്റെ തന്നെയാണ്. പിന്നെ ഒരു മിറർ ഉണ്ട്. പിന്നെ പറയാന്ന് വെച്ചാല് ടോയ്ലറ്റ്. ടോയ്ലറ്റ് മിറർ, അത് ചെറിയൊരു ബോക്സ് ആണ്. നമുക്കതിൽ ബ്രഷും പേസ്റ്റ് സംഭവങ്ങളൊക്കെ വെക്കാൻ വേണ്ടി പറ്റും. മെയിൻ എന്ന് പറയുന്നത് ഇതാണ്, യു ആർ ലുക്കിംഗ് അറ്റ് ദ പേഴ്സൺ ഹു ഈസ് റെസ്പോൺസിബിൾ ഫോർ യുവർ സേഫ്റ്റി. ഇതെല്ലാ മിററിലും കാണാം. ഇങ്ങനെ ആംഗ്ലോ ഈസ്റ്റേണിന്റെ ഒരു എന്താ പറയാ, ഒരു കോട്ടാണെന്ന് പറയാൻ വേണമെങ്കിൽ. പിന്നെ ടോയ്ലറ്റ് എന്ന് പറയാൻ ഇതൊക്കെ തന്നെയാണ്. ഒരു ക്ലോസറ്റ് ഉണ്ട്. പിന്നെ ക്ലീൻ ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ഷിപ്പിൽ തന്നെ തരുന്നതാണ്. നമ്മൾ വെള്ളം കുടിച്ചില്ലാന്നുണ്ടെങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യാനുണ്ട്. നമ്മുടെ യൂറിന്റെ കളർ വെച്ചിട്ട് എത്രത്തോളം വെള്ളം കുടിക്കണം, നമ്മൾ എത്രത്തോളം ഡീഹൈഡ്രേറ്റ് ആണെന്നുള്ള സംഭവം ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു പോസ്റ്ററൊക്കെ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ഇത് എക്സോസ്റ്റ് ഫാന്, ഇത് കുളിക്കാനുള്ള സ്പേസ്. പിന്നെ അവിടെ നമുക്ക് ട്രിമ്മറൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സോക്കറ്റും. അത്രയാണ് നമ്മുടെ ടോയ്ലറ്റിൽ, വാഷ്റൂമിലുള്ളൂ.
പിന്നെ ഈ ബെഡിന്റെ താഴത്ത് കൂടെ ഒക്കെ ഓരോ എന്താ പറയാ കബോർഡും സംഭവങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് സാധനങ്ങളൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ വെക്കാം. പിന്നെ ഇവിടെയും കബോർഡ് സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ റൂമിന്റെ ഉള്ളിൽ എന്തെങ്കിലും തീ പിടിക്കുക എന്തെങ്കിലും ചെയ്ത് സ്മോക്ക് സിഗ്നലാണ്, സ്മോക്ക് സെൻസർ. ആരെങ്കിലും സ്മോക്ക് ചെയ്യുക ചെയ്ത് കഴിഞ്ഞാലും ഇത് ആക്ടിവേറ്റ് ആവും, അലാം വരും. ഇതും ഫുള്ള് കബോർഡാണ്. ഇത് റൂമത്തെ AC-യുടെ വെന്റാണ്, നമുക്ക് കൺട്രോൾ ചെയ്യാം. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ തണുപ്പ് വരും. ഞാൻ ക്ലോസ് ചെയ്ത് വെച്ചിട്ടാണ്. ഇവിടെ അത്യാവശ്യം തണുപ്പുണ്ട്, അതുകൊണ്ടാണ് ഓപ്പൺ ചെയ്യാണ്ട് വെച്ചിരിക്കുന്നത്. പിന്നെ ഈ സംഭവം എന്ന് പറയുന്നത് നമ്മുടെ സേഫ്റ്റി ഫെമിലറൈസേഷന്റെ ചെക്ക് ലിസ്റ്റ് ആണ്. അത് എല്ലാവരുടെ ക്യാബിനിൽ ഓരോന്ന് കാണും. ഇത്രയൊക്കെയാണ് നമ്മുടെ ഷിപ്പിലത്തെ ക്യാബിന്. അപ്പം നമ്മുടെ ഷിപ്പ് ഇപ്പം ആങ്കറേജിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഇന്ന് റെസ്റ്റാണ്. നൈറ്റ് പോർട്ടിലേക്ക് പോകുന്നതുകൊണ്ട് നൈറ്റാണ് നമുക്കിന്ന് ഡ്യൂട്ടി ആവുകൊണ്ട് നമുക്ക് മോർണിംഗ് ഡേ ടൈം റെസ്റ്റ് തന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ക്യാബിനിൽ വന്നിട്ട് ഇപ്പോൾ ചില്ല് ചെയ്യുന്ന സമയമാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.